ഇന്നത്തെ ബോർഡിലെ CPM നോമിനികളെല്ലാം ഒന്നുകിൽ അറസ്റ്റിലാവുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്ത ചിത്രമാണ് ഇപ്പോൾ നമ്മൾ മുന്നിലുള്ളത്. അന്നത്തെ ബോർഡിലെ അവസാനത്തെ നോമിനി എന്ന് പറയുമ്പോൾ ദേവസ്വം മന്ത്രിയാണ്. കടകംപള്ളിയെയും ചോദ്യം ചെയ്തു എന്ന വിവരം അല്പം വൈകിയാണെങ്കിലും ഇന്നലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുകയാണ്. പക്ഷേ PS പ്രശാന്തിനെ എന്തിന് ചോദ്യം ചെയ്തു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നതാണ്. അന്നത്തെ ബോർഡിലെ ആളല്ല PS പ്രശാന്ത്, പിന്നീട് വന്ന ബോർഡ് പ്രസിഡന്റാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഇത് ചോദ്യം ചെയ്യപ്പെടാത്ത ആളുകൾ ഇനിയും ബാക്കി മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു വാർത്തകൾ ഒരു വശത്ത് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ഏത് പ്രമുഖരിലേക്കായിരിക്കും ഇന്ന് പോകാനിടയുള്ളത്? പ്രത്യേകിച്ചും ഈ PS പ്രശാന്തിലേക്ക് ചോദ്യം എത്തി എന്നുള്ള സൂചന വെച്ച്. ഇതിൽ തീർച്ചയായും ഈ സ്വർണം പൂശാൻ വേണ്ടി വീണ്ടും ഈ PS പ്രശാന്തിന്റെ കാലത്തും ഇത്തരത്തിൽ എന്തുകൊണ്ട് ഈ ഒരു സമയത്തും എന്തുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അനുമതി ലഭിച്ചു എന്നുള്ള അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് PS പ്രശാന്തിലേക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ തുടരാൻ ഉണ്ടായ സാഹചര്യം. പക്ഷേ ഇതിൽ PS പ്രശാന്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ താൻ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകി അതിനപ്പുറത്തേക്ക് നൽകിയതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം നേരത്തെയും ഈ സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മക്കൾ തന്നെയാണ് കൊടുത്തുവിട്ടത്. പക്ഷേ അതിന് 10-20 വർഷത്തോളം കാലാവധി ഉണ്ടായിട്ട് പോലും 4-5 വർഷത്തിന് മാത്രം വ്യത്യാസത്തിൽ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ഇത്തരത്തിലൊരു അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഈ ഒരു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെതിരായ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ PS പ്രശാന്ത് ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹവും ഇത്തരത്തിൽ തനിക്ക് ഇതിനെക്കുറിച്ച് ഇതിൽ പങ്കില്ല, ഇതിൽ ഇത്തരത്തിലൊരു അനുമതി നൽകിയെങ്കിലും തനിക്ക് ഇതിൽ വേറെ പങ്കില്ല, ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പങ്കിലേക്കാണ് ഇവർ വിരൽ ചൂണ്ടുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇതിൽ 2019 അന്ന് സ്വർണം പൂശി പിന്നീട് 2025 വീണ്ടും സ്വർണം പൂശാൻ വരുന്നു. പക്ഷേ നമുക്കറിയാം ഇത് നേരത്തെ ഈ സ്വർണ്ണപ്പാളികൾ ഇത് പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളാണ്, പിന്നീട് അത് സ്വർണം പൂശുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ഈ സ്വർണം എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യമാണ് ഇവിടെ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം എവിടെ ഏത് വഴിക്ക് പോയി, അത് എങ്ങനെയൊക്കെ ഒരുക്കിയെടുത്തു, അത് ആരൊക്കെ കൈക്കലാക്കി, ഉണ്ണികൃഷ്ണൻ പോറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയൊക്കെ പണം സമ്പാദിച്ചടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്നാലും പ്രതിപക്ഷം അടക്കം ഒഴുത്തു കിടന്ന ഇതിൽ വലിയ ഉന്നതരുടെ സ്വാധീനം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഉന്നതരിലേക്കാണ് ഇനി ഈ അന്വേഷണം നീങ്ങേണ്ടത്. ഈ ഉന്നതർ ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങോട്ടായിരിക്കും? വീണ്ടും കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുമോ? മണി ഇനി അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ ഇനിയുള്ള നീക്കം എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നാലും അതിന്റെ ഉത്തരം SITക്ക് ജനുവരി ആദ്യവാരം ഹൈക്കോടതിയിൽ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ SITയുടെ ഭാഗത്ത് നിന്ന് വളരെ ധൃതി പിടിച്ചൊരു നടപടി. സ്വർണം പോയ വഴിയേത്, എവിടെയാണ് തുണ്ടി മുതലുള്ളത് എന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ഉത്തരം ബാക്കിയാണ്. പോയ വഴിയും ഒക്കെ ദുരൂഹമാണ്. ഇപ്പോൾ കിട്ടിയ ആളുകളാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. 2025 പിടിച്ചു കുലുക്കിയ സംഭവം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. പക്ഷേ 2025 പിന്നിടുമ്പോഴും ഊറ്റിയ അല്ലെങ്കിൽ കവർന്ന സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായില്ല. അതിന് 2026 ഉണ്ടാവാൻ പോകുന്നത്.